കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. മണ്ഡലമാസം ആരംഭിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മണ്ഡലക്കാലത്ത് വിശേഷാൽ ഒരു പഞ്ചഗവ്യാഭിഷേകമുണ്ട്. 40 ദിവസമാണ് ഈ പഞ്ചഗവ്യാഭിഷേകവും. 41-ാം ദിവസം ഗുരുവായൂരപ്പന് കളഭാഭിഷേകവുമാണ് നടത്തുന്നത്. മണ്ഡലം 1-ാം തീയതി മുതൽ രാവിലെ വിശേഷാൽ ഗോമയം, ഗോമൂത്രം, പാല്, തൈര്, നെയ്യ് അങ്ങനെ 5 സാധനങ്ങൾ കൂട്ടിയ പഞ്ചഗവ്യം തയ്യാറാക്കുന്നു. ആ പഞ്ചഗവ്യം മന്ത്രപൂരിതമാക്കി ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജാ സമയത്ത് ഭഗവാന് അഭിഷേകം നടത്തുന്നു. പഞ്ചഗവ്യ അഭിഷേകത്തിൻ്റെ ഒപ്പം നവകാഭിഷേകവുമുണ്ട്. ഇത് ഏകദേശം ഒരു 11 മണിയോട് കൂടിയിട്ടാണ് ശ്രീ ഗുരുവായൂരപ്പന് അഭിഷേകം നടത്തുന്നത്. ഈ പഞ്ചഗവ്യം മന്ത്രപൂരിതമാക്കി ശ്രീ ഗുരുവായൂരപ്പൻ്റെ ശിരസിൽ കൂടി അഭിഷേകം ചെയ്ത് ആ അഭിഷേകം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഭക്തജനങ്ങൾക്കെല്ലാവർക്കും ആ പ്രസാദം വിതരണം ചെയ്യുന്നതാണ്. ഈ പഞ്ചഗവ്യം സേവിക്കുന്നത് നമുക്കെല്ലാവർക്കും നല്ലതാണ്. നമ്മളെല്ലാവരും ഗോമാതാവ് എന്ന് പറയില്ലേ, ഗോമാതാവിൻ്റെ എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത്രയും ശ്രേയസ്കരമാണ്. ഈ 40 ദിവസം ഈ അഭിഷേകം കഴിഞ്ഞതിന് ശേഷം 41-ാമത്തെ ദിവസമാണ് ശ്രീ ഗുരുവായൂരപ്പന് കളഭം അഭിഷേകം ചെയ്യുന്നത്. ബാക്കിയുള്ള 364 ദിവസവും ശ്രീ ഗുരുവായൂരപ്പന് കളഭം ചാർത്തുകയാണ് പതിവ്. ഈ കളഭാഭിഷേകം ദിവസം 41-ാം ദിവസം ഈ വഴിപാട് നടത്തുന്നത് നമ്മുടെ സാമൂതിരിപ്പാടിൻ്റെ വകയായിട്ടാണ്. ഇതിന് വിശേഷാൽ കുങ്കുമപ്പൂവ്, പച്ചക്കർപ്പൂരം, പനിനീര്, കസ്തൂരി, ചന്ദനം എന്നിവയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. സാധാരണ ഉപയോഗിക്കുന്നതിൻ്റെ ഇരട്ടി അനുപാതത്തിലാണ് ഇത് തയ്യാറാക്കുന്നത്. അന്നത്തെ ദിവസം കളഭം അരച്ച് ഒരു വെണ്ണ പരുവത്തിലാക്കുകയും കാശ്മീർ കുങ്കുമപ്പൂവ് വെണ്ണ പരുവത്തിലാക്കിയതിന് ശേഷം ചന്ദനം പിഴിഞ്ഞ് ഇതിൽ ചേർക്കുകയും ഏകദേശം ഒരു 11 മണിയോടുകൂടി ശ്രീകോവിലിനകത്തേക്ക് ഒരു സ്വർണ്ണ കുംഭത്തിലാക്കി ഇത് നിറച്ച് ക്ഷേത്രത്തിൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ തന്ത്രി നമ്പൂതിരിപ്പാട് മന്ത്രങ്ങൾ ഉരുവിട്ട് മന്ത്രപൂരിതമാക്കിയതിനു ശേഷം ഈ സ്വർണ്ണ കുംഭാഭിഷേകത്തിൽ അഭിഷേകം ചെയ്യുന്നു. ഈ അഭിഷേകം ചെയ്തത് ഉച്ചപൂജ സമയത്താണ്. ഈ അലങ്കാരം പിറ്റേ ദിവസം രാവിലെ 3 മണിക്ക് നമ്മൾ നിർമ്മാല്യ ദർശനം കാണുന്നതുവരെ ഈ അഭിഷേകം ചെയ്ത കളഭം നമുക്ക് കാണാവുന്നതാണ്. കൊല്ലത്തിൽ ഒരേ ഒരു ദിവസം മാത്രമേ ഇങ്ങനെ നമുക്ക് കാണുവാൻ പറ്റുകയുള്ളൂ. എല്ലാ ഭക്തന്മാരും ഈ ദിവസം വന്ന് ഗുരുവായൂരപ്പനെ ദർശിക്കുക, ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നേടുക. പിറ്റേ ദിവസം രാവിലെ 3:30 മണിയോടുകൂടി ഈ അഭിഷേകം ചെയ്ത കളഭം നമുക്ക് പ്രസാദമായി തീർത്ഥവും ചന്ദനവും കൊടുക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അത് കുറി തൊടുന്നതും അത് കുറച്ച് സേവിക്കുന്നതും നല്ലതാണ്. എല്ലാ ഭക്തന്മാരും ഇതിനു വേണ്ടി അന്നേ ദിവസം ഗുരുവായൂർക്ക് വരുമെന്നും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നേടുമെന്നും നമ്മൾ പ്രത്യേകം ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ എല്ലാ ഭക്തജനങ്ങളെയും ഗുരുവായൂരിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം.